മമ്മൂട്ടിക്ക് മാത്രം ദാരിദ്ര്യമില്ല, ബാക്കിയുള്ളവർക്കും ദാരിദ്ര്യക്കാരാണ്. അങ്ങേർക്ക് ദാരിദ്ര്യമില്ല, കോടികളുണ്ടല്ലോ. അങ്ങേർക്ക് ദാരിദ്ര്യമില്ല. അങ്ങേര് ദാരിദ്ര്യം ഇല്ലാത്തവൻ വന്ന് പറയട്ടെ. അങ്ങേർക്ക് ദാരിദ്ര്യമില്ലല്ലോ, ബാക്കിയുള്ളവർക്കല്ലേ. ഉണ്ടവനും ഉണ്ണാത്തവൻ്റെ വിഷമം അറിഞ്ഞൂടല്ലോ, അതാ കാര്യം. യോജിക്കുന്നില്ല. അത് ഇഷ്ടംമാതിരി ദാരിദ്ര്യപ്പെട്ട ആൾക്കാർ ഇന്നും ഉണ്ടല്ലോ. ഇത് ഒരുപാട് പേരുണ്ട് ഇന്നും ചാക്കും കെട്ടി ആ, തെണ്ടി നടക്കണവരുണ്ട്, പിച്ചക്കാരുണ്ട്. ഇന്ന് പറഞ്ഞിട്ട് കഥയുണ്ടാ? ഇവിടെ ഇപ്പൊ അതിദാരിദ്ര്യം മുക്തമായിട്ടുണ്ട്. ആ, ഉണ്ട്. സർക്കാർ ഏജൻസിയിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചത്. അവർ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയത് 63,416 അതിദരിദ്രം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ചൊരു അതിദരിദ്രരാവാൻ കാരണം അവർ സർക്കാരിൻ്റെ ഏതൊരു, എനിക്ക് തോന്നുന്നു റേഷൻ കാർഡ് അങ്ങനെയുള്ള, അതായത് ഈ പൊതുധാരയിൽ എത്താൻ കഴിയാത്ത ആൾക്കാരെയാണ് സർക്കാർ കണ്ടുപിടിച്ചത്. ഗ്രാമസഭകൾ കൂടി, അതുപോലെ തന്നെ മുനിസിപ്പൽ തലത്തിലാണെങ്കിൽ ഗ്രാമസഭ പോലൊരു ഭരണം കൂടി ഉണ്ടല്ലോ, അതും കൂടിയിട്ട് ഗ്രാമസഭകളാണത് കണ്ടുപിടിച്ചത്. അപ്പോൾ ലോക്കലായിട്ട് അറിയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് അവരെ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൽ തെറ്റ് വരാൻ യാതൊരു വഴിയില്ല. പക്ഷേ ജനങ്ങൾ ഇതിനെ പറയുന്നത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ദാരിദ്ര്യം ഇപ്പോൾ അതിദാരിദ്ര്യമൊക്കെ നമ്മളെ സമൂഹത്തിനിടെ തന്നെ ഇപ്പോഴും ഉണ്ടെന്നാണ് പബ്ലിക് പറയുന്നത്. അപ്പോൾ അതിനോട് ദാരിദ്ര്യം അതിദാരിദ്ര്യം രണ്ടാണ്. നമ്മൾ അതിദാരിദ്ര്യമുക്തമായെന്നേ ഉള്ളൂ. ഇപ്പോഴും അതിദാരിദ്ര്യമായിട്ട് തന്നെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത് വെറും രാഷ്ട്രീയമല്ലേ അത്. അത് ഇതൊരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട്, ഇലക്ഷൻ സ്റ്റണ്ടായിട്ടാണ് കാണുന്നതെന്നാണ് പലരും പറയുന്നത്. അല്ലല്ല, ഇത് കാരണം സർക്കാർ, എനിക്ക് തോന്നുന്നു ഈ മന്ത്രിസഭ വന്ന ആദ്യത്തെ മന്ത്രിസഭാ തീരുമാനമായിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്ന്. അന്ന് തന്നെ ഡേറ്റും പ്രഖ്യാപിച്ചിരുന്നു 2025 നവംബർ 1 അപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ വരുമെന്ന് അന്ന് 4 വർഷം മുമ്പ് എന്തായാലും മുൻകൂട്ടി കാണാൻ കഴിയില്ലല്ലോ. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിനോട് 100% യോജിക്കുന്നു. യോജിക്കുന്നു. അതെ.